ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ഡോണർ ഏരിയ ക്ലീൻ ചെയ്യലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ദിവസം ഫിക്സിങ്, രണ്ടാമത്തെ ദിവസം ഫിക്സിങ്, തേർഡ് ഡേ. അപ്പോൾ ഈ ഹെയർ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയിൽ ഡോണർ ഏരിയ ആയിട്ടുള്ള ഈ ഭാഗം ക്ലീൻ ചെയ്യാണ്. ഇന്നത്തോട് കൂടിയിട്ട് ഈ ഒരു കെട്ട് ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സാണ് ഇനി വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് തണുത്ത വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, തണുത്ത വെള്ളം. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ബെറ്റാഡിൻ സൊല്യൂഷൻ ആയിട്ടുള്ള ഇത് നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. ബെറ്റാഡിൻ സൊല്യൂഷൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ടോപ്പ് 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ഡോണർ ഏരിയ ക്ലീൻ ചെയ്യുന്നത്. വൈപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ ഡോണർ ഏരിയ ഉള്ളത് എന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതാണ് അപ്പോൾ ഡോണർ ഏരിയ ആയിട്ട് വരുന്നത്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഓയിൽമെൻറ്റ് തയ്ച്ചിട്ടൊക്കെ കെട്ടി തന്നിട്ടുള്ളതാണ്. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം വേണം ക്ലീൻ ചെയ്യാൻ. ഇത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കിത് യൂസ് ചെയ്യേണ്ട എന്നാണ് അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുക, അതിനുശേഷം ഈ ബെറ്റാഡിൻ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഭാഗങ്ങളും ക്ലീൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷമുള്ള ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഏരിയയാണ് നമ്മുടെ ഡോണർ ഏരിയ ആയിട്ടുള്ളത്. ഈ ഇത്രയും ഭാഗത്തു നിന്നാണ് മറ്റേ ഹെയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടാമത് കെട്ടുന്നില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കുക, ഓയിൽമെൻറ്റ് തേച്ച് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടോപ്പ് ബെറ്റാഡിൻ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ഞി മുക്കിയിട്ട് ബാക്കിൽ ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ടാണ് ആ ഡോണർ ഏരിയ ക്ലീൻ ചെയ്യുക. ഡോണർ ഏരിയ ഇതുപോലെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ബെറ്റാഡിൻ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ചെറിയ തോതിൽ ഒന്ന് അമർത്തിയിട്ട് താഴോട്ട് വൈപ്പ് ചെയ്തിട്ട് തുറക്കാം. ഇങ്ങനെ ക്ലീൻ ചെയ്യാനാണ് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ആ ലെവലിൽ ക്ലീൻ ചെയ്യാം. എൻ്റെ ഈ റൈറ്റ് സൈഡ് ഭാഗം എനിക്ക് ഒന്നുകൂടെ ഡ്രൈ ആയിട്ടുണ്ട്. കാരണം അത് ഫസ്റ്റ് ഡേ അവിടെ നിന്നാണ് ഡോണർ ഹെയർ എടുത്തിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡ് പിന്നെ രണ്ടാമത്തെ ദിവസം എടുത്തിട്ടുള്ളതാണ്. അതൊന്നും കൂടി ഡ്രൈ ആവാൻ ബാക്കിയുണ്ട്. അത്രയ്ക്ക് റൈറ്റിനെ സംബന്ധിച്ചിട്ട് ലെഫ്റ്റ് അത്രയ്ക്ക് ഡ്രൈ ആയിട്ടില്ല. അപ്പം നിലവിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഡോണർ ഏരിയയിൽ ഉണ്ടായിരുന്ന മറ്റേ ബെറ്റാഡിൻ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളത് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഇൻഫെക്ഷനൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടൊരു ഓയിൽമെൻറ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ ഓയിൽമെൻറ്റ് ജസ്റ്റ് അധികം കട്ടിയില്ലാണ്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇത് കഴിഞ്ഞു. ഇനി കവർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിടക്കുന്നതിന് കുറേ മുമ്പായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ഓയിൽമെൻറ്റൊക്കെ ഒന്ന് ശരീരത്തിലേക്ക് പിടിക്കുന്നവരെ കിടക്കുന്നതിന് മുന്നേ ടൈം വേണമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡോക്ടേഴ്സിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഡോണർ ഏരിയകളിലെ ക്ലീനിങ് മീൻസ് ആ ഒരു ഇത് വരുന്നത്. ഇത്രയേ ഉള്ളൂ. നാളത്തേക്ക് ഒന്നുകൂടെ ഡ്രൈ ആയിട്ട് വരുമെന്നാണ് കരുതുന്നത്. റൈറ്റ് സൈഡ് ഓൾറെഡി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗം വരുന്നത്. ഇതാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ള ഡോണർ ഏരിയ. രണ്ടാമത് എടുത്തിട്ടുള്ള ഭാഗമാണ് ഈ ലെഫ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസത്തെ ഇത് വരുന്നേ ഉള്ളൂ, പഴക്കം വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് അതിൻ്റെ ഒരു മുറിവ് ഉണങ്ങി വരുന്നേ ഉള്ളൂ.